ധന്യ, ആധുനിക കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് വേടൻ, അയ്യോ, അദ്ദേഹം ഒളിവിലാണ്. അതായത് ഒരു ഡോക്ടർ യുവതിയുടെ പീഡന പരാതി. അപ്പോൾ ഇനിയിപ്പോൾ വേടൻ്റെ കാര്യം കഴിഞ്ഞു. എന്താണ് കാര്യം? വേടൻ്റെ കാര്യം കഥാകുതാസ്വാഹ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഹിരൺദാസ് മുരളി, അതാണ് അയാളുടെ യഥാർത്ഥ പേര്. പിന്നീട് റാപ്പർ വേടൻ എന്നറിയപ്പെട്ടു. പിന്നീട് വേടനായി. ഇപ്പൊ റേപ്പർ, നേരത്തെ റാപ്പർ, ഇപ്പൊ റേപ്പർ വേടനായി. ഇപ്പൊ വേടനെതിരെ നിരവധി പരാതികൾ ഇപ്പോൾ രംഗത്തെത്തുകയാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു സ്ത്രീയും രംഗത്തെത്തിയിരുന്നു. തന്നെ ഉപയോഗിച്ചു, ബലാത്സംഗമായി ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ശാരീരികമായി ഉപയോഗിച്ചു. വേടന്റെ പാട്ടും പറച്ചിലും ഒക്കെ പഠന വിഷയമാക്കണമെന്ന് പറഞ്ഞു വരും. വേടനാണ് ഈ പുതിയ ആധുനിക കേരളത്തിന്റെ നവോത്ഥാന ശില്പി എന്നൊക്കെ പറഞ്ഞവർക്ക് ഇപ്പൊ മറുപടി ഉണ്ടോ? അവരൊക്കെ വാപ്പത്തി ഓടി. അത് ശരി. ഇപ്പൊ വേടൻ ഒളിവിലാണ്. അപ്പൊ ഇനിയിപ്പോ ആഭ്യന്തരമന്ത്രിയുടെ പോലീസല്ലേ, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ആഭ്യന്തരമന്ത്രി കൈകൊണ്ട് തൊട്ടതേ ഉള്ളൂ. അപ്പോൾ വേടൻ എയറിലായി, ഇനി അകത്തും ആകാൻ പോവാണ്. രാവണനെ അറിഞ്ഞുകൂടാത്ത ഞാൻ പറയുന്നതല്ല, സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വന്നതാ. അത് മാത്രമല്ല, ഈ രാവണനെ എനിക്കറിയാം, രാമനെ അറിയില്ല എന്ന് പറഞ്ഞു. ഈ കർമ്മ ഈസ് ബൂമറാങ് എന്ന് കേട്ടിട്ടില്ലേ? തിരിച്ചതുപോലെ കിട്ടി. രാമായണ മാസത്തിൽ തന്നെ, രാമന്റെ മാസത്തിൽ തന്നെ ഇപ്പോൾ അകത്താവാൻ പോവുകയാണ്. അതിനുള്ള പരിപാടികളൊക്കെ കിട്ടേണ്ടടുത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇതിന് മുൻപേ ഞാൻ പറഞ്ഞില്ല, ഒരു പോസ്റ്റ് വന്നു എന്ന്. ലക്ഷ്മി കാനത്തെന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റും ഫേസ്ബുക്കിലൊക്കെ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന അവർ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: അന്ന് തൃക്കൈ തൊട്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ വലിയ പണി പുറകെ വരുമെന്ന്. എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേടനെ തൊടുന്ന ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ട്. മാൻഡ്രാക്ക് എന്ന സുമ്മാവ യുവ ലേഡി ഡോക്ടറുടെ പീഡന പരാതിയിൽ റാപ്പർ ഇപ്പോൾ റേപ്പിസ്റ്റായി. എന്നാലും ലെവന്റെ പേരിൽ ഇത്തരം പരാതികൾ പ്രവഹിക്കുമെന്ന് ഉറപ്പായിരുന്നു. എന്തായിരുന്നു ശ്രീരാമൻ എന്ന് കേൾക്കുമ്പോൾ അവൻ്റെ പുച്ഛം. ഈ രാമായണ മാസത്തിൽ തന്നെ നിന്റെ തനി നിറം പുറത്തായതിൽ സന്തോഷം. ഇങ്ങനെയാണ് അവരുടെ പോസ്റ്റ്. ഇനി ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്, പോലീസ് കൃത്യമായി അന്വേഷണം, അതായത് കഴിഞ്ഞ ദിവസം വരെ പോലീസ് പറഞ്ഞത് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തും. കാരണം 2022 മുതൽ തുടങ്ങിയൊരു സംഭവമാണ്. ഇപ്പോൾ ഈ പരാതി തരുന്നതിന് പിന്നീട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് വ്യക്തമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ പരാതിയുമായി മുന്നോട്ട് പോകൂ എന്നുള്ളത്. പക്ഷേ ഇന്ന് പോലീസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വേടനെ അറസ്റ്റ് ചെയ്യും, വേടനായുള്ള തിരച്ചിൽ ആരംഭിച്ചു എന്നുള്ളതാണ്. മൂക്കിന്റെ താഴെ ഉണ്ടെങ്കിലും പിടിക്കില്ല. അവിവാഹിതയാണ്. കാര്യം പുതിയ നിയമം അനുസരിച്ച് വിവാഹിതയായ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസിന് നിയമസാധുത ഇല്ലെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. പക്ഷേ ഇതിൽ പെടും. ഇത് വേടന് വേണ്ടി വ്യാപകമായ തിരച്ചിലിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് തീരുമാനിച്ചിരുന്നത്. നിലവിൽ അറസ്റ്റിന് പോലീസ് നിയമപ്രശ്നങ്ങളില്ല. കേസിൽ മുൻകൂർ ജാമ്യം തേടി വേടൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും ഇപ്പോൾ തെറ്റായ ആരോപണം ഉന്നയിക്കുകയാണെന്നും ഹർജിയിൽ പറയുന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് സർക്കാരിന്റെ വിശദീകരണം തേടി ഹർജി ഓഗസ്റ്റ് 18 പരിഗണിക്കാൻ മാറ്റി. ഡോക്ടറായ യുവതിയാണ് പരാതിക്കാരി. കോഴിക്കോടും പിന്നീട് എറണാകുളത്തും സ്ഥലമാറ്റമുണ്ടായപ്പോൾ അവിടുത്തെ താമസ സ്ഥലത്ത് വെച്ച് 2021 വരെയുള്ള കാലയളവിൽ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനമെന്നും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും പരാതിയിലുണ്ട്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ കോഴിക്കോടും കൊച്ചിയിലും അടക്കം 5 ഇടങ്ങളിൽ എത്തിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും പിന്നീട് വിവാഹം കഴിക്കാതെ ഒഴിവാക്കിയെന്നും പരാതിയിൽ പറയുന്നു. പരാതിയിൽ പറയുന്ന സ്ഥലങ്ങളിലും പരിശോധന നടത്തും. ഡോക്ടറുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതായത് പോലീസ് കൃത്യമായി അന്വേഷണം നടക്കണമെങ്കിൽ ഇതിലെന്തെങ്കിലും സത്യസന്ധത ഈ കേസിൽ ഉണ്ടായിരിക്കണം. അല്ല, അവർ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ അത് തന്നെയാണ് വലിയ കാര്യം. അതെ, പരാതിയിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. അവരെ വിവാഹ വാഗ്ദാനം നൽകി അവരെ പീഡിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. കാരണം വിവാഹം കഴിക്കാത്ത ഒരു യുവതിയാണ്, ഡോക്ടറാണ്, അത്യാവശ്യം വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അവരെ സ്വാഭാവികമായും ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടതാണ്. അതിനുശേഷം ഇത് പിന്നീട് മെസ്സേജുകൾ, പിന്നീട് അത് ഫോൺ നമ്പറുകളിലേക്ക് മാറി, പിന്നീട് അത് കാണലുകളിലേക്ക് മാറി. അനുവാദം ചോദിച്ചുകൊണ്ടൊരു ചുംബനം വച്ചു. പിന്നീട് അവിടെ നിന്ന് ശാരീരികമായി അവരെ ഉപദ്രവിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം. എന്തായാലും വേടനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് വേടൻ്റെ സമയം അത്ര നല്ലതല്ല.
പ്രേംലാലേട്ടൻ എപ്പോഴും പറയുന്നത് മാനഹാനിയും ധനനഷ്ടവും ഒക്കെ ഇങ്ങനെ വേദന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കർക്കിടക മാസം എന്ന് പറയുന്നത് കന്നിമാസം പട്ടികളുടെ മാസമാണ്. കർക്കിടക മാസം എന്ന് പറയുന്നത് രാമന്റെ മാസമാണ്. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനവും രാമായണം വായിച്ചും രാമനെ പ്രാർത്ഥിച്ചും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട്, വിശ്വാസമുള്ളവർ. ഇല്ലാത്തവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇതില് നമ്മുടെ സർക്കാരിന്റെ പ്രത്യേകിച്ച് CPM-ന്റെ നിലപാടാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. അതായത് വേടൻ പ്രത്യക്ഷത്തിൽ BJP വിരുദ്ധത അതിനെക്കുറിച്ച് പാടുകയും അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ വേടനെ കൂടെ നിർത്തിയാൽ കുറച്ച് യുവാക്കളെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ള ഒരു ബുദ്ധിമോശത്തിലാണ് CPM വേടനെ കയറി അങ്ങ് സ്പോൺസർ ചെയ്തത്. അതുമാത്രമല്ല, സർക്കാരിൻ്റെ പരിപാടിയിൽ, അതായത് ഒരു ലഹരി കേസിൽ പിടിയിലായതിനു ശേഷം അതിൽ നിന്ന് കൊണ്ടുവന്ന് നേരെ ഒരു സർക്കാരിൻ്റെ വാർഷിക പരിപാടിയിൽ വലിയ അതിഥിയായി പാട്ട്, എനിക്കൊന്ന് വയനാടോ പാലക്കാടോ ആണെന്ന് തോന്നുന്നു. വയനാടല്ലല്ലോ, നമ്മുടെ തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലായിരുന്നു ആദ്യം സർക്കാരിന്റെ പരിപാടി. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വയനാടോ ഏതോ ആയിക്കോട്ടെ, സർക്കാരിന്റെ ജില്ലാതലത്തിൽ, അതായത് 4ാം വാർഷികം ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അതിൽ വേടൻ വന്നാണ് ആ കേസിൽ നിന്ന്, അതായത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പോലീസ് അകമ്പടി സേവിച്ച് വരുന്ന കാഴ്ച മാസ് ഡയലോഗ് ഇട്ട് പലരും അങ്ങ് പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ വേടനെ താങ്ങണോ അതോ തള്ളണോ എന്നുള്ളത് ഇപ്പോൾ തീരുമാനിക്കണം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വേടനെ കഞ്ചാവ് കേസിലൊക്കെ അറസ്റ്റിലാക്കിയിട്ട് ഇത്രയും വലിയ അയാൾ തിരിച്ചിറങ്ങിയപ്പോൾ അയാളെ വലിയ രീതിയിൽ പുകഴ്ത്തി പറഞ്ഞവരൊക്കെ നമ്മുടെ പ്രതിഭ MLA-യുടെ മകനെ ഇതുപോലെ കഞ്ചാവ് കേസിൽ, പിന്നീട് ആ കേസ് തേജുമാഞ്ഞു പോയി, പക്ഷെ എങ്കിൽ പോലും അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. പ്രതിഭ MLA-യുടെ മകൻ ലഹരി കേസിൽ പിടിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പിന്നീട് അത് വാർത്തകളായി. എന്നാലും ഇപ്പോൾ അവർ ലഹരി ഉപയോഗിച്ചോ ഇല്ലേ എന്നറിയില്ല, പക്ഷേ ആ കൊച്ചിൻ്റെ ജീവിതത്തെ അത് കുറേ അധികം ബാധിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് പുറത്ത് വന്നിട്ട് പറയുന്നത്, ഞാൻ ഉപയോഗിച്ചു, തെറ്റായിപ്പോയി, നിങ്ങളാരും ഇനി എന്നെ അത് കണ്ട് മാതൃകയാക്കരുത്, ഞാൻ ഇതെല്ലാം നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേടനെ. അപ്പോൾ പിന്നെ ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്നവർ ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്ന് പറഞ്ഞാൽ അവർക്ക് ബഹുമതികൾ നൽകണ്ടേ? ഉറപ്പായിട്ടും. അപ്പോൾ ഈ കേസിലും ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, ഇനി സ്ത്രീകളെ ഞാൻ ആ രീതിയിൽ കാണില്ല, ഇനി അവരുമായിട്ട് യാതൊരു ഇടപാടും ഇല്ല എന്ന് വേടൻ പ്രതികരിച്ചാൽ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ അടുത്ത പരിപാടിയിൽ വേടൻ തന്നെയായിരിക്കും മുഖ്യാതിഥി. അതെ, വനിതാ ശിശുക്ഷേമ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വേടൻ ഒരു അവാർഡൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. പൊന്നാടായിട്ട് സ്വീകരിക്കുന്നു എന്നാണ് കേൾക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ചെയ്തു കളയും ഇവരായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഇവരങ്ങനെയൊക്കെ അല്ല, അതായത് ഈ ജാതി രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ദളിത് വിഭാഗം, അവരെ പ്രതിനിധീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ പല സമരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, അവരുടെ അവകാശ പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. എത്രയോ പേര് ഇപ്പം ചെന്നാലും സെക്രട്ടേറിയറ്റിൻ്റെ ആ നടയിൽ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട എത്രയോ പേരുണ്ടാകും. അവരിൽ വലിയവരുണ്ടാകും, ചെറിയവരുണ്ടാകും, വിദ്യാസമ്പന്നരുണ്ടാകും, പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും. അവരെയൊന്നും കാണാൻ എന്താ സമയം കാണാത്തത്? അവരെ ആരും ഞങ്ങളുടെ പക്ഷത്താണ്, ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് കൂട്ടാൻ ഇവരെന്താ തയ്യാറാകും? അവർ മോദി വിരുദ്ധത പറയുന്നില്ല, BJP വിരുദ്ധത പറയുന്നില്ല. ഇവിടെ ജാതിക്കാർ ഇറക്കുന്നു, മോദി വിരുദ്ധത പറയുന്നു, മോദിക്കെതിരെ പാട്ടുണ്ടാക്കുന്നു, BJP വിരുദ്ധത പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും പ്രേംലാലേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഇറക്കി കഴിയുമ്പോൾ ഒരു വശത്തേക്ക് നിൽക്കുമ്പോൾ സ്വാഭാവികം കുറേ ചെറുപ്പക്കാർ, ഇയാളുടെ പാട്ട് കേട്ട് രംഗത്തെത്തുന്ന കുറേ ചെറുപ്പക്കാരുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരെ മുഴുവൻ CPM-ലേക്ക് അടുപ്പിക്കാം. കാരണം എല്ലാം 18 വയസ്സ് കഴിഞ്ഞവരാണ്, എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. അപ്പോൾ ആ വോട്ട് അടുത്ത തവണ നമ്മളെ പെട്ടിയിൽ വിടണം. അതിനെ പീഡകനാണെങ്കിലും കഞ്ചാവ് കേസിലെ പ്രതിയാണെങ്കിലും ഇനി പുലിയെ മാനിനെ ആരെ കൊന്നിട്ടാണെങ്കിലും നഖ ഇടുന്നവനാണെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് വോട്ടാണ് വേണ്ടത്, അതിനാരെയും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എടുക്കും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വേടനെ അറസ്റ്റ് ചെയ്തും വേടൻ ഒളിവിലാണ്, ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. ഇനി എന്താണ് വേടൻ്റെ കാര്യം? സർക്കാർ പൂമാല ഇടുമോ? വനിതാ കമ്മീഷൻ പൂമാല ഇടും? അല്ല, അതെ, വനിതാ കമ്മീഷനിലല്ലോ, വനിതാ ക്ഷേമ വകുപ്പോ? വനിതാ ശിശുക്ഷേമ വകുപ്പ്. വനിതാ ശിശുക്ഷേമ വകുപ്പ്. വനിതാ കമ്മീഷനും ഉണ്ട്. ഇനി അവരിനി കൊണ്ടുവരും എന്നൊക്കെ ഉള്ളത് കണ്ടു തന്നെ അറിയണം.